ഈശോയെ നന്ദി. എൻ്റെ പേര് രേഷ്മ ജോസ്. ഞാൻ കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. കുട്ടികളില്ലായിരുന്നു. ആദ്യമൊക്കെ ഡോക്ടറെ കാണിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ PCOD ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആവിലായി വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ഈശോയെ എന്നുള്ള പ്രാർത്ഥന 101 പ്രാവശ്യം ചൊല്ലണമെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്തു. അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് 2022 ഒക്ടോബറിൽ ഇവിടുത്തെ ആവില അമ്മയുടെ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങളിവിടെ വന്നു. അന്നേരം അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അധികം താമസിയാതെ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അതോടെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് 2023 ഡിസംബർ 21 ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ആവിലാമ്മയ്ക്കും കർമ്മലനാഥയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഒത്തിരി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. 8 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖത്തോട് മുഖം നോക്കി പരസ്പരം തോളത്ത് കൈവച്ച് അല്ലേ മോളെ 101 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ യാചിച്ച് പ്രാർത്ഥിച്ചു. 8 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്ക് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇപ്പൊ 2ാമത്തെ കുട്ടിയാണ്. അത് വേറെ കുട്ടിയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കാറ്റും കടലും വിളിച്ചോ ഈശോയേ ഈശോയേ. അതുപോലെ തന്നെ 2 ആഴ്ച മുന്നേ കൊച്ചിന് പനിയും മൂക്കടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ശ്വാസതടസ്സം ഉണ്ടാകുകയും നീല കളറാകുകയും കൊച്ച് എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഇവിടെ വന്ന് ടെസ്റ്റുകളെല്ലാം ഹോസ്പിറ്റലിൽ ചെയ്തു. എല്ലാം നോർമലായിരുന്നു. നോർമലായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ നേർന്നവും ചെയ്തിട്ടുണ്ടിരുന്ന എല്ലാത്തിനും ദൈവത്തിന് 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയുന്നു. കൊച്ചു കരയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അച്ഛൻ എടുക്കുന്നില്ല. ഉറക്കെ വിളിക്കാം ഈശോയേ അത്ഭുത